നമസ്തേ. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് ഇന്ത്യ ഭരിക്കുന്നവർ കരുതുന്നുണ്ടെങ്കിൽ എല്ലാവിധ മതപരിവർത്തന പരിപാടികളും നിയമം മൂലം ഉടൻ നിർത്തലാക്കണം. അതോടെ തീരും ഇന്ത്യയിലെ 99% വർഗീയ പ്രശ്നങ്ങളും. മതം എന്നത് ഇന്ത്യയിൽ പരിഗണിക്കേണ്ട ഒരു വിഷയം പോലുമല്ലാത്ത വിധത്തിൽ മതങ്ങളെയും മതസ്ഥാപനങ്ങളെയും തരം താഴ്ത്തണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് യൂറോപ്യന്മാരോ അമേരിക്കക്കാരോ അറബികളോ ഇന്ത്യക്ക് നേരെ കണ്ണുരുട്ടിയാൽ പോയി പണി നോക്കാൻ പറയണം. ചൈനയോട് ചെയ്യാൻ മടിക്കുന്ന കണ്ണുരുട്ടൽ ഇവരൊന്നും ഇന്ത്യയോട് ചെയ്യുകയില്ല. ലവ് ജിഹാദ്, കോർപ്പറേറ്റ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ സകലവിധ ജിഹാദികളുടെയും കാത്തലിക് മുതൽ പെന്തക്കോസ്ത് സഭ വരെയുള്ള സകല മത കച്ചവടക്കാരുടെയും കോർപ്പറേറ്റ് ഓഫീസ് നിലകൊള്ളുന്നത് വിദേശത്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് അതീവ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇന്ത്യയിൽ ഇത്തരം മതപരിവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമില്ലാത്തവരല്ല സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർ. ദീർഘകാല അടിസ്ഥാനത്തിൽ മതപരിവർത്തനം നടത്തി ജനസംഖ്യാനുപാതത്തിൽ മാറ്റം വരുത്തി ഇന്ത്യയിലെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ച് ഭരണം കൈയാളുക എന്നതാണ് രണ്ട് വൈദേശിക മതങ്ങളുടെയും അടിസ്ഥാന തന്ത്രം. ജനാധിപത്യത്തിൽ ജനസംഖ്യാനുപാതമാണ് ഭരണം കൈയാളുന്നതിന്റെ താക്കോൽ. ടാറ്റ കൺസൾട്ടൻസിൽ നടന്ന കോർപ്പറേറ്റ് ജിഹാദ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. മതപരിവർത്തന ജിഹാദിന്റെ പുതിയൊരു രീതി തുടങ്ങി നോക്കുന്നു എന്നേയുള്ളൂ. 1-2 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ജയിലുകളിൽ കുറ്റവാളികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ ശ്രമങ്ങൾ നടന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു. ഈ ജിഹാദിന്റെ 100 കണക്കിന് വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിൽ അത് മറ്റൊരു രീതിയിൽ നടന്നു എന്ന് മാത്രം. ടാറ്റ കൺസൾട്ടൻസിൽ യുവതികളായ പോലീസ് ഉദ്യോഗസ്ഥർ വേഷപ്രച്ഛന്നരായി ജോലിക്ക് ജോയിൻ ചെയ്ത് മതയോടികളെ തെളിവുകളോടെ പിടിച്ച് അകത്തിട്ടതുകൊണ്ട് കേരളത്തിലെ ലിബറോളി റോക്കറ്റുകൾക്ക് അരുതേ, ഫോബിയ അരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ അവസരമില്ലാതായി. കുറച്ച് മതേതരർ കാരണം ഒരു സമൂഹവും രാജ്യവും അസ്വസ്ഥരായി മാറുന്നു. ഇന്ത്യയിൽ പലവിധ മതങ്ങളും വിശ്വാസങ്ങളും ഉണ്ടെങ്കിലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത 2 മതങ്ങൾ ഒഴികെ മറ്റൊരു മതവും മതപരിവർത്തനം എന്ന പൊതുശല്യവുമായി ഇറങ്ങി സമൂഹത്തിൽ കാലുഷ്യമുണ്ടാക്കുന്നില്ല. FCRA നിയമങ്ങൾ പരിഷ്കരിച്ചപ്പോൾ കേരളത്തിലെ ചില മെത്രാന്മാർ വിളറി പിടിച്ച് പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞത് നാം കണ്ടല്ലോ. അവരുടെ വിദേശത്തിരിക്കുന്ന തലയുടെ നോവാണ് ജൽപ്പനങ്ങളായി പുറത്തു വരുന്നത്. ടാറ്റ കൺസൾട്ടൻസിലെ കോർപ്പറേറ്റ് ജിഹാദിന്റെ തലയിരിക്കുന്നത് മലേഷ്യയിലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ മതപരിവർത്തനം പരിപാടികൾ ഇനിയെങ്കിലും നിയമം മൂലം നിരോധിക്കണം. ഒരാൾക്ക് ഏതെങ്കിലും മതത്തിലേക്ക് സ്വമേധയാ മാറണമെങ്കിൽ അതിന് സർക്കാർ കർശനമായ നിരീക്ഷണങ്ങൾക്ക് നടത്തിയതിനു ശേഷമുള്ള അംഗീകാരം നിർബന്ധമാക്കണം. 10 പ്രാവശ്യം സർക്കാർ ഓഫീസിൽ കയറിയിറങ്ങി ചെരുപ്പ് തേയുമ്പോൾ എല്ലാ മതങ്ങളെയും അയാൾ സ്വമേധയായി വെറുത്തോളും. മിശ്ര വിവാഹത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ ഒരു മതത്തിലും പെടുത്താത്തവരായി രാജ്യം പരിഗണിക്കുകയും അവർക്ക് പ്രത്യേക സംവരണം നൽകുകയും വേണം. ഇത്രയും വേഗം സർക്കാർ ഇത് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള വർഗീയ ചേരുതിരിവുകൾ ഉണ്ടാവുകയും പരസ്പരമുള്ള അവിശ്വാസത്തിലേക്ക് രാജ്യം എത്തിച്ചേരുകയും ചെയ്തു. ടാറ്റ കൺസൾട്ടൻസിയിൽ ഉണ്ടായ മത ജിഹാദ് മൂലം നല്ല പഠിപ്പും കഴിവുമുള്ള മുസ്ലിം യുവാക്കളെ കോർപ്പറേറ്റ് കമ്പനികൾ ഇനി ജോലിക്കെടുക്കാൻ മടിച്ചെന്നും വരും. അതിന് വ്യക്തമായ കാരണമൊന്നും ബോധിപ്പിക്കുകയുമില്ല. അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് മതപരിവർത്തനം എന്ന ക്യാൻസറിനെ എത്രയും വേഗത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം.